മലയാളത്തിലെ ആദ്യത്തെ പത്രം നമ്മൾ ഒക്കെ വിചാരിക്കുന്നത് രാജ്യസമാചാരമാണ്. ഹെർമൻ ഗുണ്ടർട്ട് പിന്നെ തലശ്ശേരിയിൽ നിന്ന് പുറത്തിറക്കിയ രാജ്യസമാചാരമെന്നാണ് നമ്മളൊക്കെ ധരിക്കുന്നത്. പക്ഷേ അത് വർത്തമാന പത്രമല്ല, അതൊരു പത്രമായിരുന്നു, പക്ഷെ വർത്തമാന പത്രമല്ല. രാജ്യസമാചാരം എന്ന് പറയുന്നത് ദൈവരാജ്യത്തിലെ സമാചാരമാണ്. അത് മതപ്രചരണത്തിനായി തലശ്ശേരിയിൽ നിന്ന് ഹെർമൻ ഗുണ്ടർട്ട് ഇറക്കിയത്. രണ്ടാമത് ഇറക്കിയ പശ്ചിമോദയം എന്ന് പറയുന്നൊരു ഇതാണ്. പശ്ചിമോദയം എന്ന് പറയുന്നത് ശാസ്ത്ര സംഭവങ്ങൾ മാത്രമേ അതിനകത്തുള്ളൂ. ഇതൊന്നും വാർത്തകൾ കൈകാര്യം ചെയ്യുന്നതല്ല. ആദ്യമായി മലയാളത്തിലൊരു വർത്തമാന പത്രം പുറത്തിറങ്ങുന്നത് കോട്ടയത്ത് നിന്നാണ്. അതിൻ്റെ പേര് ജ്ഞാനനിക്ഷേപം എന്നാണ്. ഈ ജ്ഞാനനിക്ഷേപം ഇറങ്ങുന്നത് 1845-46 കാലഘട്ടത്തിലാണ്. ശരിക്കും പറഞ്ഞാൽ 1848 ലക്കമാണ് ലഭ്യമായിട്ടുള്ളത്. 1848 ഇറക്കിയ ലക്കത്തിൻ്റെ അതിനകത്ത് വാർത്തകളുണ്ടായിരുന്നു, അതിനകത്ത് ലേഖനങ്ങളുണ്ടായിരുന്നു, അതിനകത്ത് യാത്രാവിവരണങ്ങളുണ്ടായിരുന്നു, അതിനകത്ത് കഥകളുണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ വാർത്ത. പക്ഷെ വാർത്തകളും രാജകീയ വാർത്തകളാണ്, രാജഭരണത്തിൻ്റെ വാർത്തകളാണെന്നുള്ളതേ 1848 ഇറങ്ങി.